ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി ജനറൽ ചെക്കപ്പായിട്ട് കയറിയതാണ്. ജനറൽ സർവീസ് അല്ല, ജനറൽ ചെക്കപ്പായിട്ട് കയറിയാണ്. അപ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതായത് ഇലക്ട്രിക്കൽ ഫംഗ്ഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കേബിൾ ഐറ്റംസ്, ബ്രേക്ക്, ചെയിന്, അത്യാവശ്യം വേണ്ട ഫങ്ഷൻസ്. അതായത് നമുക്ക് വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഉള്ള ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അത് ചെയിന്, ബ്രേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെയിൻ്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓടിച്ചു പോകുന്ന സമയത്ത് ചെയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അത് ചെയിൻ നല്ല ലൂസാണ്, ഒരുപാട് ലൂസായി കിടന്ന് ഓടണേ. പിന്നെ അതിൻ്റെ ഈ സ്പോക്കറിൻ്റെ ഈ ബാക്ക് സൈഡിലൊന്നും കൃത്യമായിട്ട് ചെയിൻ പിടിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഇച്ചിരി ലൂസ് പോലെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ റോളറിൻ്റെയൊക്കെ സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്തതിന് ശേഷം ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്തിടാം. അത് നമുക്ക് ജനറൽ ചെക്കപ്പിൽ വന്നതല്ല, ചെയിൻ ഗ്രീസിങ് അതിന് പുറമെ വന്ന വർക്കാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയിൻ ഗ്രീസ് ചെയ്തിടാം. അതിന് ശേഷം സൗണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കർ മാറ്റിയാൽ തന്നെയാണ് 100% സൗണ്ടിൻ്റെ പ്രോബ്ലം സോൾവ് ആവുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ വന്ന ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ്, ടെയിൽ ബൾബ് ഒരു പോയിൻ്റ് വർക്കിംഗ് അല്ല, അത് തെളിയുന്നില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അത് റൈറ്റ് സൈഡ് ഒരു സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് നല്ല രീതിയിൽ റൈസ് ആവുന്നുണ്ട്. അത് കൂടാണ്ട് ക്ലച്ചിൻ്റെ കേബിളും നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലച്ച് കേബിൾ മാറ്റിയിടണം നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് ലോഡായി കിടന്ന് ഓടുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയുടെ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് മാറ്റിയിടണമാണ് ബെറ്റർ. കാരണം നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഇപ്പോൾ ക്ലച്ച് പിടിക്കാനായിട്ട്. വളരെ സ്മൂത്തായിട്ട് പിടിക്കേണ്ടതാണ്. സ്മൂത്തായിട്ട് വർക്ക് ചെയ്യേണ്ട ഭാഗമാണ് ക്ലച്ച് എന്നൊക്കെ പറയുന്നത്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ടൈറ്റ് ഉണ്ട്, അത് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മാറ്റിയിട്ടാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഡിസ്ക് പ്ലേറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ആ ഡിസ്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കയറി പിടിക്കുന്ന പോലൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അത് അതിൻ്റെ ഈ പ്ലേറ്റ് ഡാമേജാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇത് ഇവിടെ മാത്രം ഡിസ്ക് പാഡ് പിടിക്കാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം വരുന്ന സമയത്ത് ബ്രേക്ക് നമുക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലിവർ ഇങ്ങനെ അനങ്ങുന്ന പോലെ ഫീൽ ചെയ്യും. അത് ഡിസ്ക് പ്ലേറ്റ് കംപ്ലൈൻറ്റ് ആയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 1400-1500 നമുക്ക് അതിന് കോസ്റ്റ് വന്നതാണ് ഡിസ്ക് പ്ലേറ്റ്. അത് മാറ്റിയാൽ തന്നെയാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ ജോയിൻറ്റുകളൊക്കെ നമ്മൾ ഓയിലിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഗ്രീസിങ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. ചെയിൻ, ബ്രേക്ക്, അതിനോടനുബന്ധിച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെയിൻ ഗ്രീസിങ് മാത്രമാണ് നമുക്ക് അതിന് സർവീസിന് ജനറൽ ചെക്കപ്പിന് പുറമെ വന്ന വർക്കുള്ളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റും ക്ലച്ച് കേബിളും അതേപോലെ ആക്സിലേറ്റർ കേബിളും ടെയിൽ ബൾബ് ഇതെല്ലാം മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന്, ചെയിൻ ഗ്രീസിങ് അടക്കം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം വാട്സാപ്പിനകത്തേക്ക്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.